ദൈവികമായിട്ടുള്ള അറിവിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതുപോലത്തെ അറിയിപ്പുകൾ നിങ്ങൾ തേടി വരുന്നതായിരിക്കും. ദൈവത്തിൻ്റെ കഥകൾ കേൾക്കാനും ദൈവങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ജ്യോതിഷം നാളിനെ കുറിച്ച് അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീനാരായണ ഒരു ദൈവമാണോ? ഈ ശ്രീനാരായണ ഒരു ദൈവമാണോ? ദൈവത്തിൻ്റെ ഇത് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ പുള്ളി നമ്മളെപ്പോലെ മനുഷ്യനാണെന്നും അങ്ങനെ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. പക്ഷെ പുള്ളി എങ്ങാണ്ട് താമസിച്ചിരുന്ന പുള്ളിക്ക് ദൈവഭക്തി കിട്ടിയതന്നെ. എന്തോ കല്യാണത്തിന് പോയിട്ട് വിഷയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പഴം മാത്രമേ പുള്ളി കഴിച്ചോളൂ. അവിടെ ഏതാണ്ട് തീർന്നു പോയപ്പോ ഇനി എന്നെ വിളിക്കരുത്, വിളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുന്നു. ഒരു ഇനി എന്നെ വിളിക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു പറഞ്ഞിട്ടു. വീട്ടിലെങ്ങാണ്ട് സദ്യയോ ഏതാണ്ട് ഉണ്ടാക്കി. അപ്പൊ പുള്ളീനെ ക്ഷണിച്ചു. പുള്ളി ആ വീട്ടിലല്ലേ, പുള്ളീനെ ക്ഷണിച്ചു. പുള്ളീനെ ക്ഷണപ്രകാരം പുള്ളി വന്നു. അപ്പൊ അവര് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരും മുറിക്കകത്ത് വെച്ചു സദ്യക്കുള്ള. രണ്ടത് പുള്ളി എന്ത് എല്ലായിടത്തും നടന്നു നോക്കിയിട്ട് നിങ്ങൾ ഈ ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് വരുത്തിയിട്ട് അവർക്ക് എന്ത് ആഹാരം കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഇവര് കൊടുക്കാം എന്നും പറഞ്ഞ് ഇവര് ചെന്ന് നോക്കിയപ്പോ ഒരു സാധനം ഇല്ലാന്ന്. പുള്ളിയുടെ ഇത് ഇല്ലേ, പുള്ളി അതെല്ലാം മാറ്റി. പുള്ളിയെല്ലാം മാറ്റിയത് പുള്ളിക്ക് ഇത് മനസ്സിൽ കണ്ടത് മാറൂലോ, അങ്ങനെ മാറ്റിയെന്നാ പറയണേ. ഏതാണോ നുണയാണോ അങ്ങനെ മാറ്റി. എന്നിട്ട് അത് നിങ്ങൾ ഇത് അവർക്ക് ഇത് ഭക്ഷണം കൊടുക്ക, അവരെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കണേ. അപ്പൊ എല്ലാവരും ഇങ്ങനെ അതിശയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സാധനം ഇങ്ങോട്ട് പോയി എന്ത് ആര് മാറ്റിയെന്നൊക്കെ അങ്ങനെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ അവർക്ക് ഭക്ഷണം കൊടുക്ക്, ഞങ്ങൾ എല്ലാ സാധനവും ഉണ്ടാക്കി വെച്ചതാ. എന്നിട്ട് എന്തെന്ന് ചോദിച്ചു. നമുക്ക് ഒന്നും കാണാനില്ല, എല്ലാം ഈ മുറിക്കകത്ത് വെച്ചതാ, ഇപ്പൊ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നിങ്ങളെങ്കിൽ എന്താ കൊടുക്കാൻ? എന്നാ ഇലയിട്ട് എനിക്ക് നിങ്ങൾ കൊടുക്കാൻ നോക്കുന്നത്. അപ്പൊ ഇലയൊക്കെ ഇട്ട് എല്ലാവരും ഇരിക്കാനൊക്കെ മടിക്കുക. കാരണം ഒന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ. എന്റെ ആൾക്കാര് കഴിക്കാനൊന്നും ഇല്ലാതെ ഇങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുക. നിങ്ങള് എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് നല്ലൊരു മനുഷ്യനാണെന്ന് പറയണ ഇലയൊക്കെ ഇട്ട് എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിനൊക്കെ എല്ലാവർക്കും വിളമ്പെന്ന് പറഞ്ഞു. എന്റെ ഇലയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവര് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ സാധനങ്ങളാണ് വീട്ടില്. എന്റെ എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും കൈ കൂപ്പി തൊഴുതു. അങ്ങനെ ഇത് കൊടുത്തുന്നല്ല. എന്റെ ഇതെല്ലാവരും സന്ധ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോ ഇനി ഇവിടെ എന്ത് പരിപാടി നടത്താനും എന്നെ ക്ഷണിക്കരുത്, ഞാൻ വരുവുമില്ല, എന്നെ ക്ഷണിക്കുകയും ചെയ്യരുത്. ചേട്ടനായിരിക്കും ഈ പുള്ളി അനിയന്മാരോടും കാരണന്മാരോടും ഒക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ പുള്ളി പറഞ്ഞു ഇനി മേലാൽ എന്നെ ഇവിടെ എന്ത് പരിപാടി നടത്തിയാലും എന്നെ ക്ഷണിക്കരുത്, ഞാൻ വരില്ലെന്ന് പറഞ്ഞു. എൻ്റെ പുള്ളിക്ക് അപ്പൊ എന്നാ കഴിക്കണേ എന്നാന്ന് ചോദിച്ചു. എനിക്ക് പാലും പഴം തന്നാൽ മതി, നിങ്ങൾ തരണ്ട, ഞാനെടുത്ത് കഴിച്ചോളാന്ന് പറഞ്ഞു പുള്ളി. അന്നേരമാണ് പഴം കാണുമായിരിക്കും, സദ്യയല്ലേ, പാലൊന്നും ഇല്ലല്ലോ. അപ്പൊ പുള്ളി ഇത് പറഞ്ഞ് പുള്ളിയോട് ഇരുന്ന് കഴിഞ്ഞ പുള്ളിയുടെ മുമ്പിൽ പാലും പഴവും വന്നു. അത് ഭക്ഷണം കഴിച്ചു. പുള്ളി അവിടെ നിന്നൊന്നും കഴിച്ചില്ലെന്നല്ല, പുള്ളി ആ പഴയതുപോലെ പുള്ളിയുടെ തമസിലേക്ക് പോയി. നല്ലൊരു മനുഷ്യനെന്ന് പറയാം. ഈ ജാതിയൊന്നും പുള്ളിയുടെ
പുള്ളി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ കൊണ്ടുവന്ന. ആദ്യം ഈ ജാതിയൊക്കെ താഴ്ന്ന ജാതിക്കാർക്കും അത് കഴിഞ്ഞാണ് എല്ലാവർക്കും തുല്യാവകാശം വന്നത് എന്നാണ് നമ്മുടെ കണ്ട. ജാതി മതം ഒന്നും നോക്കരുത്, മനുഷ്യനായിട്ടും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ നന്നാവണം. കാരണം തിന്ന് ശരീരം നന്നാവുന്നല്ല, മനസ്സ് നന്നാവുന്ന ഞാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ശ്രീനാരായണ പറഞ്ഞില്ലേ, ജാതി മതം നോക്കരുത്. ദൈവികമായിട്ടുള്ള അറിവുകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ ദൈവം ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് നമ്മളെ കാലങ്ങളായി നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ഗുരുദേവനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ